ഡൽഹി കർത്തവ്യപഥ് കഴിഞ്ഞ ദിവസം സാക്ഷിയായത് വ്യത്യസ്തമായ ഒരു ആഘോഷത്തിന്. കർത്തവ്യപഥിലെ യുദ്ധസ്മാരകത്തിൽ തൻ്റെ 100ാം ജന്മദിനം വേറിട്ട അനുഭവമാക്കുകയായിരുന്നു ലഫ്റ്റനന്റ് രംഗസ്വാമി പിള്ള. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ സേവനമനുഷ്ഠിച്ച ജീവിച്ചിരിപ്പുള്ള ഒരേ ഒരാളാണ് ഈ പോരാളി. രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീരയോദ്ധാക്കൾക്ക് വേണ്ടി വീൽ ചെയറിലെത്തി അഭിവാദ്യമർപ്പിച്ചാണ് INA സേനാംഗമായിരുന്ന മാധവൻ പിള്ള 100ാം ജന്മദിനം ആവേശഭരിതമാക്കിയത്. നേതാജിയുടെ പ്രതിമയ്ക്ക് മുന്നിലേക്ക് പ്രായാധിക്യം മറന്ന് വീൽ ചെയറിൽ നിന്നിറങ്ങി നടന്നാണ് മാധവൻ പിള്ള പുഷ്പചക്രം അർപ്പിച്ചത്. ആ സമയം നേതാജിക്കൊപ്പമുള്ള പോരാട്ട നാളുകൾ അദ്ദേഹം ഓർത്തെടുത്തു. INA ഭടനായിരുന്നപ്പോൾ പാടിയ ഗാനം ആവേശത്തിൽ ഒരിക്കൽ കൂടി ഓർത്തെടുത്തു പാടി. തമിഴ്നാട് ശിവഗംഗ സ്വദേശിയാണ് ലഫ്റ്റനന്റ് രംഗസ്വാമി മാധവൻ പിള്ള. തമിഴ്നാട്ടിൽ നിന്ന് അന്നത്തെ ബർമയിലേക്ക് കുടിയേറിയ സാധാരണ കുടുംബത്തിലെ അംഗം. കുട്ടിക്കാലവും പഠനവും മ്യാൻമറിൽ തന്നെ. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം കൊടുമ്പിരി കൊണ്ട കാലം. കൗമാരപ്രായത്തിൽ തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. 1942 വെറും 16 വയസ്സുള്ളപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൽ ചേർന്നു. നേതാജി സിംഗപ്പൂരിൽ നിന്ന് എത്തിയതോടെ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ നേതൃത്വത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 1943 നവംബർ 1 18 വയസ്സുള്ളപ്പോൾ മാധവൻ INAയിൽ ഔദ്യോഗികമായി ചേർന്നു. സൈനിക പരിശീലനം ഉൾപ്പെടെ പൂർത്തിയാക്കി റങ്കൂണിലെ ആസ്ഥാനത്ത് സേവനം ആരംഭിച്ചു. ചലോ ഡൽഹി എന്ന മുദ്രാവാക്യമുയർത്തി ബ്രിട്ടീഷ് ഭരണകൂടത്തെ താഴെയിറക്കാനുള്ള പോരാട്ടത്തിനൊപ്പം ചേർന്നു. INA പിരിച്ചുവിട്ടെങ്കിലും ലഫ്റ്റനന്റ് മാധവന്റെ സംഭാവനകൾ അംഗീകരിക്കപ്പെടാതെ പോയില്ല. 1980 ഓഗസ്റ്റ് 1 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായി ഔദ്യോഗികമായി അംഗീകരിച്ചു. അടുത്തിടെ 2024 ജനുവരി 23 നേതാജിയുടെ പൈതൃകത്തെ അനുസ്മരിക്കുന്ന ദിവസമായ പരാക്രം ദിവസിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു.